ഹായ് ഫ്രണ്ട്സ്, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓണത്തിന് ഒരു പുതിയ തുടക്കം പോലെ നമുക്ക് KWA സബ് എഞ്ചിനീയറിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. KWA ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അതുപോലെ KSEB സബ് എഞ്ചിനീയർ ഈ രണ്ട് പോസ്റ്റിൻ്റെയും എക്സാംസ് കഴിഞ്ഞ തവണ ഒന്നിച്ചാണ് നടത്തിയത്, ഒരു എക്സാമായിട്ടാണ് നടത്തിയത്. അപ്പോൾ അതിൽ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിലവിൽ KWA ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1ൻ്റെ എക്സാംസിന് അപ്ലൈ ചെയ്യാനുള്ള ടൈമാണ്. എല്ലാവരും വേഗം തന്നെ പോയി അപ്ലൈ ചെയ്യണം. സെപ്റ്റംബർ 2 ആപ്ലിക്കേഷനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. First question. In third angle projection, the object is imagined to be placed below HP and in front of VP, below HP and behind of VP, above HP and in front of VP, above HP and behind of VP. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? തേർഡ് ആംഗിൾ പ്രൊജക്ഷനെ പറ്റിയിട്ടാണ്. ഓർത്തോഗ്രാഫി പ്രൊജക്ഷനകത്ത് 4 ക്വാഡ്രൻസ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അതിനകത്ത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനെ കാണിക്കുന്നു. തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്നത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനകത്ത് ഇമേജ് എന്ന് പറയുന്നത് എവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്വാഡ്രൻസ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ക്വാഡ്രൻസ് വരുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനല്ല നമ്മളിവിടെ ക്വാഡ്രൻസ് എടുക്കുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതായത് ഇത് എന്താണ്? ഇതാണ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്, ഇതാണ് ഇതിൻ്റെ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഇങ്ങോട്ടാണ് എടുക്കുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, മാറിപ്പോരുത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുവാണെങ്കിൽ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് എന്ന് വരും. അപ്പം നമുക്ക് എന്ത് പറ്റും? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം ആൻസർ തെറ്റിപ്പോവും. ആൻറ്റി ക്ലോക്ക് വൈസിൽ തന്നെ എടുക്കണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്, ഇവിടെ തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, 4 ക്വാഡ്രൻസ് ആണുള്ളത്. ഹൊറിസോണ്ടൽ പ്ലെയിനും ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ എന്തിനെടുക്കുന്നത്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എടുക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അതുപോലെ തന്നെ തേർഡ് ക്വാഡ്രന്റ് ആണ് നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും ഈ ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിൾ പ്രൊജക്ഷൻസ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതിൽ ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ വേറൊരു പ്രത്യേകത എന്താണ്? റെഫറൻസ് ലൈനിന് മുകളിലുള്ളത് എലിവേഷൻ ആയിരിക്കും, താഴെയുള്ളത് പ്ലാൻ ആയിരിക്കും. ആ ക്വസ്റ്റ്യനും ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എടുക്കുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനകത്ത് റെഫറൻസ് ലൈനിന് മുകളിലുള്ളത് എലിവേഷൻ ആയിരിക്കും, താഴെയുള്ളത് പ്ലാൻ ആയിരിക്കും. ഇനി ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ബാക്കി പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റിനകത്ത് ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും വരുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലായിട്ട് വെർട്ടിക്കൽ പ്ലെയിനിന് മുന്നിലായിട്ടായിരിക്കും വരുന്നത്. അതായത് എബവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിനകത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ് എടുക്കുമ്പോഴത്തേക്കും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് HP മുകളിൽ തന്നെയാണ്. ഇത് HP അല്ലേ? അപ്പം HP മുകളിൽ തന്നെയാണ്. അപ്പം എബോവ് HP തന്നെയാണ്, പക്ഷേ വെർട്ടിക്കൽ പ്ലെയിനിന് ബിഹൈൻഡ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ? ഇവിടെ എടുത്തത് വെർട്ടിക്കൽ പ്ലെയിനിന് ഫ്രണ്ടിലായിട്ടായിരുന്നു, ഇൻ ഫ്രണ്ട് ഓഫ് VP ആയിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണ് വരുന്നത്? ബിഹൈൻഡ് VP ആയിരിക്കും വരുന്നത്, ബിഹൈൻഡ് VP. അടുത്ത് തേർഡ് ആംഗിൾ ആണ് എടുക്കുന്നത്, തേർഡ് ക്വാഡ്രന്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെ, വെർട്ടിക്കൽ പ്ലെയിനിന് ബിഹൈൻഡ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി. ഫോർത്ത് ക്വാഡ്രന്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും? HP താഴെ, ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് നോക്കാനുള്ളത് നമുക്ക് എങ്ങനെയാണ് ക്വാഡ്രൻസ് എടുക്കുന്നത് നോക്കുക. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതാൻ എളുപ്പമാണ് അല്ലേ? ഇത് വെർട്ടിക്കൽ പ്ലെയിന്, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലായിട്ട് എബോവ് HP ആണ്, വെർട്ടിക്കൽ പ്ലെയിനിന് മുന്നിലായിട്ട് ഇൻ ഫ്രണ്ട് ഓഫ് VP. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ്? വെർട്ടിക്കൽ പ്ലെയിനിന് പുറകിലായിട്ട്, അതായത് ബിഹൈൻഡ് VP എബോവ് HP. തേർഡ് ആണെങ്കിലോ ബിലോ HP ബിഹൈൻഡ് VP. ഫോർത്ത് ക്വാഡ്രന്റ് ആകുമ്പോഴത്തേക്കും വെർട്ടിക്കൽ പ്ലെയിന് മുന്നിലായിട്ട്, ഇൻ ഫ്രണ്ട് ഓഫ് VP ബിലോ HP ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തേർഡ് ആംഗിൾ പ്രൊജക്ഷനകത്ത് ഒബ്ജക്റ്റ് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? തേർഡ് ആംഗിൾ പ്രൊജക്ഷനകത്ത് ഒബ്ജക്റ്റ് എങ്ങനെയാണ്? HP താഴെ, ബിഹൈൻഡ് VP ആയിരിക്കും വരുന്നത്. നോക്കാം ആൻസർ അത് തന്നെയാണോ എന്ന്.
അതെ, ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് ഓഫ് വി പി ആണ്. പിന്നെ ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനകത്ത് നമ്മുടെ റെഫറൻസ് ലൈനിന് മുകളിലായിട്ട് വരുന്ന എന്താണ്, എലിവേഷൻ ആയിരിക്കും. താഴെയായിട്ട് വരുന്ന എന്തായിരിക്കും, പ്ലാൻ ആയിരിക്കും. ഇന്ത്യയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഏതാണ്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ, ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ അത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് എലിപ്സ്. എലിപ്സിനെ പറ്റി കോണിക് സെക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. എലിപ്സിനെ പറ്റി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. The sum of the distances from two focuses and any point on the ellipse is constant. അതായത് രണ്ട് ഫോക്കസുകളും എലിപ്സിനകത്ത് ഏതെങ്കിലും രണ്ട് പോയിന്റുകളും ഏതെങ്കിലും ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സം ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ, എലിപ്സിനകത്ത് എന്തായിരിക്കും, രണ്ട് ഫോക്കസുകളും അതുപോലെ ഏതെങ്കിലും ഒരു പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് തന്നെയാണ്. രണ്ടാമത്തത്, എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് 4 കോണിക് സെക്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്, സർക്കിൾ ഉണ്ട്, പരാബോള ഉണ്ട്, എലിപ്സ് ഉണ്ട്, ഹൈപ്പർബോള ഉണ്ട്. അപ്പോൾ ഈ 4 കോണിക് സെക്ഷൻസിന്റെയും നമ്പർ ഓഫ് ഫോക്കസുകൾ, അതുപോലെ എക്സെൻട്രിസിറ്റി, പിന്നെ ആ സെക്ഷൻസ് നമ്മുടെ കോണിനെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇത് മാറി മാറി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. 4 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു കോൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു കോൺ വരുന്നത്. ഈ കോണിനകത്ത് ഒരു ആക്സിസും ഉണ്ട്, ജനറേറ്ററും ഉണ്ട്. ഇതിനെ കട്ട് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കോണിക് സെക്ഷൻസ് പറയുന്നത്. അപ്പോൾ ഈ കോണിന്റെ ആക്സിസ്, ഇതാണ് ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത്, ഇതാണ് ഇതിന്റെ ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആക്സിസിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ സെക്ഷൻ കട്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന കോണിക് സെക്ഷൻ ഏതായിരിക്കും, സർക്കിൾ ആയിരിക്കും. അപ്പോൾ സർക്കിളിനകത്ത് ആക്സിസിനെ സെക്ഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, അതായത് ഇങ്ങനെയായിരിക്കും കട്ട് ചെയ്യുന്നത്. ഇനി എലിപ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇനി നമുക്ക് പരാബോള നോക്കാം. പരാബോളയ്ക്കകത്ത് എങ്ങനെയായിരിക്കും വരുന്നത്, ഇതാണ് നമ്മുടെ ജനറേറ്റർ എന്ന് പറയുന്നത്. ഈ ജനറേറ്ററിന് പാരലായിട്ട്, അതായത് ഇങ്ങനെയാണ് നമ്മുടെ സെക്ഷൻ കട്ട് ചെയ്യുന്നത്. ഇപ്പം സർക്കിളിനകത്താണെങ്കിൽ ഇങ്ങനെയായിരിക്കും കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, അവിടെ ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുന്നത്. ഇനി പരാബോള എടുക്കുവാണെങ്കിൽ ഈ ജനറേറ്റർ ഉണ്ടല്ലോ, ജനറേറ്ററിന് പാരലായിട്ടാണ് സെക്ഷൻ കട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, പരാബോള ആയിരിക്കും. എലിപ്സ് ആണെങ്കിലോ, എലിപ്സിനകത്ത് നമ്മുടെ സെക്ഷന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. അതുപോലെ എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഹൈപ്പർബോളയ്ക്കകത്തും ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്, പക്ഷെ എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്തില്ല, ബേസിനെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഒന്നാമത്തേത് സർക്കിൾ ആണ്. സർക്കിൾ ആണെങ്കിൽ സെക്ഷൻ എന്ന് പറയുന്നത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് പരാബോളയാണ്. പരാബോള എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ജനറേറ്ററിന് പാരലായിട്ടായിരിക്കും സെക്ഷൻ കട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത് എലിപ്സ് ആണ്. എലിപ്സിന്റെ പ്രത്യേകത എന്താണ്, എലിപ്സിനകത്ത് ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്, എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്യും. ഹൈപ്പർബോളയ്ക്കകത്തും ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്, ബേസിനെ കട്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതുപോലെ ഇതിന്റെ എക്സെൻട്രിസിറ്റിയും കൂടെ മനസ്സിലാക്കണം. എലിപ്സിന്റെ, സർക്കിളിന്റെ, പരാബോളയുടെ, ഹൈപ്പർബോളയുടെ ഇതിന്റെ എക്സെൻട്രിസിറ്റി, സർക്കിളിന്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും, സർക്കിളിനകത്ത് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സർക്കിളിന്റെ കേസാണേ. ഈ എക്സെൻട്രിസിറ്റിയും ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. സർക്കിളിനകത്ത് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇനി പരാബോള എടുക്കാം. പരാബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. പരാബോളയുടെ എക്സെൻട്രിസിറ്റി 1 ആണ്. എലിപ്സ് ആകുമ്പോഴോ, എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഹൈപ്പർബോളയോ, ഹൈപ്പർ ആണെന്ന് ഓർക്കുക, അപ്പോൾ 1നേക്കാൾ ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി എത്രയാണ്, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഈ 4 കാര്യങ്ങളും കൂടെ പഠിച്ചു വയ്ക്കുക. സർക്കിളിൻ്റെത് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 0 ആണ്, പരാബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്, ഹൈപ്പർബോള ആകുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതുപോലെ എലിപ്സ് ആണെങ്കിൽ അത് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് അല്ലേ, എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മൂന്നാമത്തത്, ഇഫ് എ പ്ലെയിൻ കട്ട് ദ കോൺ പാരലൽ ടു ദ ആക്സിസ്, ആക്സിസിന് പാരലായിട്ട് കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ദെൻ ദ സെക്ഷൻ ഒബ്റ്റെയിൻഡ് ഈസ് ആൻ എലിപ്സ്. ആണോ? അല്ല, ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എലിപ്സ് കിട്ടുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് ആക്സിസിന് പാരലായിട്ട് കട്ട് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. പിന്നെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് നോക്കാം. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് x² + a² + y² / b² = 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതും കറക്റ്റ് ആണ്. ഇനി
എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ ആരുടെയാണ്? ഹൈപ്പർബോളയുടെയാണ്. ഇപ്പോൾ ഇവിടെ മൈനസ് ആയിരുന്നു വന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നേനെ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആരുടെ ഇക്വേഷൻ തന്നെയാണ്? എലിപ്സിന്റെ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. എന്താണ് തെറ്റെന്ന് പറയുന്നത്? പാരലൽ ടു ആക്സിസ് അല്ല, ഇൻക്ലൈൻ ടു ആക്സിസ് ആയിരുന്നു വരേണ്ടത്. മനസ്സിലായോ? നോക്കാം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോഴത്തേക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കണം, അല്ലെങ്കിൽ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷൻ ഓഫ് A3 സൈസ് ഡ്രോയിങ് ഷീറ്റ് ഈസ്. A3 സൈസ് ഡ്രോയിങ് ഷീറ്റിന്റെ ഡയമെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. A0, A1, A2, A3, A4, A5 എന്ന് പറഞ്ഞിട്ട് കുറേ ഡയമെൻഷൻസ് നമുക്കുണ്ട്. ഈ ഡയമെൻഷൻസ് ഒരുപാട് തവണ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അത് നല്ലപോലെ ബൈഹാർട്ട് ചെയ്യുക. അതിനകത്ത് തന്നെ ട്രിംഡ് സൈസും ഉണ്ട്, അൺട്രിംഡ് സൈസും ഉണ്ട്. ജനറലി ട്രിംഡ് സൈസാണ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് അൺട്രിംഡ് സൈസും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് A3 സൈസ് ഡ്രോയിങ് ഷീറ്റിന്റെ സൈസാണ്. A3 സൈസ് നോക്കാനായിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് നോക്കാം. A0 എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ A1 നിന്ന് തുടങ്ങി എഴുതരുത്. A0 എന്ന് പറഞ്ഞൊരു സൈസും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സൈസ് ഏതൊക്കെയാണ്? A0, A1, A2, A3, A4, A5. ഇതിനകത്ത് ട്രിംഡ് സൈസ് ആദ്യം നോക്കാം. ട്രിംഡ് സൈസാണ് ജനറലി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. A0ന്റെ സൈസ് 841/1189. അപ്പോൾ ആദ്യത്തെ ഡയമെൻഷൻ എന്തായാലും അങ്ങ് പഠിച്ചു വയ്ക്കുക. ഈ ഒരു ഡയമെൻഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇനി നോക്കുമ്പോഴത്തേക്കും ഈ 1189 ഉണ്ടല്ലോ, അതിൻ്റെ പകുതിയാണ് ഈ ഒരു 594 എന്ന് പറയുന്നത്. 1189ന്റെ പകുതി നമ്മളിവിടെ എഴുതി. ഈ എഴുതുന്ന ഡയമെൻഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതായത് റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് ഈ ആദ്യത്തെ ഡയമെൻഷൻ ഉണ്ടല്ലോ, ഇത് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അത് എഴുതാൻ എളുപ്പമുണ്ട്. പിന്നെ ഇവിടെ വരുന്നതിൻ്റെ അപ്രോക്സിമേറ്റ് പകുതി ആയിരിക്കും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത്. അപ്പോൾ 1189ന്റെ പകുതി 594 നമ്മൾ എഴുതി. 841ന്റെ അപ്രോക്സിമേറ്റ് പകുതി 420 നമ്മൾ എഴുതി. 594ന്റെ അപ്രോക്സിമേറ്റ് പകുതി 297 എഴുതി. 420യുടെ അപ്രോക്സിമേറ്റ് അല്ല, 420യുടെ പകുതി 210 എഴുതി. 297ന്റെ പകുതി എഴുതി. അപ്പം മനസ്സിലായല്ലോ, അത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് നമ്മൾ ഇവിടെ എഴുതുന്ന വാല്യൂസിനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങോട്ടേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ആദ്യത്തെ വാല്യൂ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പകുതി എടുക്കുന്നത് ഡിഫിക്കൽട്ട് ആണ്. എന്നാലും മറന്നുപോയാൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാൻ. A0 എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. A0, A1, A2, A3, A4, A5 ആണ്. A0ന്റെ സൈസ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. 849/1189 ആണ്. ഇനി എഴുതാനുള്ള കാര്യമാണ് പറഞ്ഞു തന്നത്. ക്രോസ് ആയിട്ട് നോക്കുക. 1189ന്റെ പകുതിയാണ് 594, 841ന്റെ പകുതി, അങ്ങനെ എഴുതുക. ഇനി ഇവിടെ വരുന്ന ലെഫ്റ്റിൽ വരുന്നതിനെ റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും താഴേക്ക് എഴുതേണ്ടത്. ഇതാണ് ട്രിംഡ് സൈസ് എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതായിരുന്നു? A3യുടെ സൈസാണ്. A3യുടെ സൈസ് എത്രയാണ്? 297/420 ആണ്. ഇനി അൺട്രിംഡ് സൈസ് ആകുമ്പോൾ എന്തായിരിക്കും? ജനറലി ഇതിനേക്കാൾ കുറച്ചും കൂടെ കൂടിയൊരു വാല്യൂ ആയിരിക്കും അല്ലേ. ഇതിവിടെ ഒരു അപ്രോക്സിമേറ്റ് ഒരു 40 ആണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 30 ആഡ് ചെയ്ത് പോകും. പിന്നെ ഇവിടെ വരുമ്പോൾ 25, അങ്ങനെ കുറച്ച് ആഡ് ചെയ്തിട്ടായിരിക്കും അൺട്രിംഡ് സൈസ് വരുന്നത്. അത് ജസ്റ്റ് വായിച്ച് വെക്കുക. പക്ഷേ ഇത് എന്തായാലും ബൈഹാർട്ട് ചെയ്യുക. ഇത് എന്തായാലും പഠിക്കണം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ദ ഡയമെൻഷൻ ഓഫ് A3 സൈസ് ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 297 mm/420 mm. അതിനകത്ത് A0 കൂടെ ഉണ്ടെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊജക്ഷൻ ലൈൻ ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആർ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനകത്തുള്ള പ്രൊജക്ഷൻ ലൈൻസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. പാരലൽ ടു ഈച്ച് അതർ, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി, ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി. അപ്പം നമുക്ക് എന്താണ്, പാരലൽ പ്രൊജക്ഷനും ഉണ്ട്, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും ഉണ്ട് അല്ലേ. എപ്പോഴാണ് നമ്മൾ പാരലൽ പ്രൊജക്ഷൻ എടുക്കുന്നത്? നമ്മുടെ എന്താണ് പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയുന്നത് പാരലായിട്ട് വരുമ്പോഴാണ്. എപ്പോഴാണ് പാരലായിട്ട് വരുന്നത്? നമ്മുടെ ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ പ്രൊജക്ഷൻ ലൈൻസ് ഒന്നും മീറ്റ് ചെയ്തില്ല അല്ലേ. അപ്പോൾ അവിടെയാണ് എന്ത് വരുന്നത്? പാരലൽ പ്രൊജക്ഷൻ വരുന്നത്. ആ പാരലൽ പ്രൊജക്ഷൻ അത് വരുന്നതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ കൺവേർജന്റ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഈ പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയുന്നത് ഒബ്സർവറും ഒബ്ജക്റ്റും നമ്മുടെ ഡിസ്റ്റൻസ് ഫൈനൈറ്റ് ആയിരിക്കും. ഒരുപാട് വലിയ ഡിസ്റ്റൻസ് ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ എന്ത് പറ്റും? ഈ പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും.
അപ്പോഴാണ് എന്തുണ്ടാവുന്നത്, അവിടെ കൺവേഴ്സൻ പ്രൊജക്ഷൻ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു പാരലൽ പ്രൊജക്ഷൻ ആണ്. അതായത് ഒബ്സർവറും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഫിനിറ്റ് ആയിട്ട് ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരിടത്തും വന്ന് മീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊരു പാരലൽ ആയിട്ടുള്ള പ്രൊജക്ഷൻ ആണ്. അപ്പോൾ അവിടുത്തെ എന്താണ് പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പാരലൽ ടു ഈച്ച് അതർ ആണ്. ഇനി ഈ പ്രൊജക്ഷൻ ലൈൻസ് പ്രൊജക്ഷൻ പ്ലെയിനുമായിട്ട് എന്തായിരിക്കും വരുന്നത്, പെർപെൻഡിക്കുലർ ആയിരിക്കും. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്രൊജക്ഷൻ ലൈൻസ് തമ്മിൽ പാരലൽ ആയിരിക്കും, പ്രൊജക്ഷൻ ലൈൻസ് പ്രൊജക്ഷൻ പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും വരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രൊജക്ഷൻ ലൈൻസിന്റെ കണ്ടീഷൻ ആണ്. പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the development of a right cylinder of diameter 50 mm and height 60 mm give a lateral surface of option A rhombus of each side 60 mm, B square of each side 60 mm, C circle of diameter 40 mm, D rectangle of length 157 mm and width 60 mm. ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരു റൈറ്റ് സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ്. ആ റൈറ്റ് സിലിണ്ടറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 50 mm ആണ്, ഹൈറ്റ് 60 mm ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഡെവലപ്മെൻറ്റ് ലാറ്ററൽ സർഫസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു റൈറ്റ് സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത് റെക്റ്റാങ്കിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഓപ്ഷനകത്ത് കുഴപ്പമില്ല, ഇതിനകത്ത് ഒരു റെക്റ്റാങ്കിൾ വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി റെക്റ്റാങ്കിൾ തന്നെ ആയിരുന്നു, ഡയമെൻഷൻസ് വേറെ വേറെ ആയിരുന്നു വന്നെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യണമല്ലോ. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്തായിരിക്കും, നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡയമീറ്റർ 50 mm തന്നിട്ടുണ്ട്, അതുപോലെ ഹൈറ്റ് 60 mm എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഡെവലപ്മെൻറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ഈ ഹൈറ്റ് തന്നെയായിരിക്കും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വിഡ്ത്ത് എത്രയായിരിക്കും കിട്ടുന്നത്, വിഡ്ത്ത് എന്ന് പറയുന്നത് 60 mm ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എന്താണ് റൈറ്റ് സിലിണ്ടർ ആണ് കിട്ടുന്നത്. ആ റൈറ്റ് സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ഈ തന്നേക്കുന്ന സിലിണ്ടറിൻ്റെ ഹൈറ്റ് തന്നെയായിരിക്കും വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അതിൻ്റെ ലെങ്ത് ആണ്, അതായത് ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൻ്റെ സർക്കംഫറൻസ് ആയിരിക്കും. ഓക്കെ, ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് സിലിണ്ടർ ആണ് നമ്മൾ എടുക്കുന്നത്. സർക്കംഫറൻസ് ഓഫ് സിലിണ്ടർ ആണ്. സർക്കംഫറൻസ് ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബേസ് ഏരിയയുടെ സർക്കംഫറൻസ് ആണ് എടുക്കുന്നത്. അതായത് ബേസ് ഏരിയ അല്ല, ബേസ് സർക്കിൾ. സിലിണ്ടർ എടുക്കുമ്പോഴത്തേക്കും അതിന്റെ ബേസിൽ എന്തായിരിക്കും, സർക്കിൾ ആയിരിക്കും വരുന്നത്. ആ ബേസ് സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഈ ഒരു ഡെവലപ്മെന്റിന്റെ സിലിണ്ടറിന്റെ സർക്കംഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ആ സർക്കംഫറൻസ് തന്നെയായിരിക്കും ഡെവലപ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ബേസിൽ സർക്കിൾ ആണല്ലോ, അപ്പൊ 2πr ആയിരിക്കും അതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2πr, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, പൈ ഇൻറ്റു ഡി എന്ന് എഴുതാൻ പറ്റും അല്ലേ. 2r എന്ന് പറയുന്നത് ഡയമീറ്റർ അല്ലേ, അപ്പോൾ 2πr നമുക്ക് പൈ ഡി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ ഡയമീറ്റർ എന്ന് പറയുന്നത്, ഡയമീറ്റർ എത്രയാണ്, 50 mm ആണ്. 50 ഇൻറ്റു പൈയുടെ വാല്യൂ എത്രയാണ്, 3.14 ആണ്. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും, 157 mm എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു സിലിണ്ടർ, റൈറ്റ് സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടുന്നത്, ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, സിലിണ്ടറിന്റെ ലെങ്ത് തന്നെയായിരിക്കും. ഇനി ആ റെക്റ്റാങ്കിളിന്റെ ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് ആ സിലിണ്ടറിന്റെ സർക്കംഫറൻസ് ആയിരിക്കും. സിലിണ്ടറിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ സിലിണ്ടറിന്റെ ബേസ് സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് എടുക്കുന്നത്. അത് എത്രയാണ്, 2πr ആണ്. അതിനെ നമുക്ക് 2πr ആണ്, അല്ലെങ്കിൽ പൈ ഡി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയമീറ്റർ 50 mm തന്നിട്ടുണ്ട്. നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, അപ്രോക്സിമേറ്റ്ലി ഒരു 157 mm എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ആണ്. ഇവിടെ റെക്റ്റാങ്കിൾ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഐസോമെട്രിക് ലെങ്ത് ബൈ മൾട്ടിപ്ലൈങ് ഇറ്റ് വിത്ത് 0.75, 0.92, 0.82, 0.78. ഐസോമെട്രിക് പ്രൊജക്ഷനകത്ത് നമ്മൾ ട്രൂ ലെങ്തിനെ ഐസോമെട്രിക് ലെങ്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഏത് വാല്യൂ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, 0.82 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഒരു ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷനേക്കാൾ 122.5% കൂടുതലായിരിക്കും. അതുപോലെ ഐസോമെട്രിക് ലെങ്ത് ബൈ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, √2/√3, അതായത് 81.5%. അതാണ് നമ്മളിവിടെ 0.82 ആയിട്ട് കൊടുത്തിരിക്കുന്നത്, 81.5% ആയിരിക്കും. അതുപോലെ ഐസോമെട്രിക് ലെങ്ത് ബൈ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, cos 45/cos 30 എന്ന് എഴുതാൻ പറ്റും.
പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോംബസ് ആയിരിക്കും. സർക്കിളിൻ്റെ ആകുമ്പോഴും എലിപ്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഒന്ന് എഴുതിയേക്കാം. ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ ഐസോമെട്രിക് പ്രൊജക്ഷനേക്കാൾ 122.5% കൂടുതലായിരിക്കും. ഇനി ഐസോമെട്രിക് ലെങ്ത് ബൈ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുന്നത്? √2 ബൈ √3. √2 ബൈ √3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 81.5% ആയിരിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐസോമെട്രിക് ലെങ്ത് ബൈ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് cos 45 ബൈ cos 30 എന്ന് എഴുതാം. cos 30 എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്വയറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റോംബസ് ആണ്. സ്ക്വയറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ റോംബസ് ആണ്. അതുപോലെ സർക്കിളിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എലിപ്സ് ആണ്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓപ്ഷൻ സി 0.82 ആണ്. Next question, the maximum frictional force developed in a body when it just start to slide over another surface is. ഫ്രിക്ഷനകത്തുനിന്ന് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഡൈനാമിക് ഫ്രിക്ഷൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ബോഡി വേറൊരു ബോഡിയുടെ മുകളിൽ ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് അനുഭവപ്പെടുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ബാക്കി ഫ്രിക്ഷൻസ് എന്താണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ ആണ്. പിന്നെ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ റോൾ ചെയ്യുമ്പോൾ ഉള്ളതാണ്. ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് രീതിയിലുണ്ട് അല്ലേ? സ്റ്റാറ്റിക് ആയിട്ടുള്ള ബോഡി ഉണ്ട്, ഡൈനാമിക് ആയിട്ടുള്ള ബോഡി ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ബോഡി റെസ്റ്റിൽ ഇരിക്കുമായിരിക്കും. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ മൂവിങ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ ആയിരിക്കും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിൽ ഫ്രിക്ഷൻ നമുക്ക് എന്താണ്? കുറച്ച് കുറവ് മതി. സ്റ്റാറ്റിക് ആയിട്ടുള്ള ബോഡിയിൽ ഫ്രിക്ഷൻ എന്താണ് ഉള്ള ഫ്രിക്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം വാല്യൂ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിനെ നമുക്ക് ലിമിറ്റിക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിൽ ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് അനുഭവപ്പെടുന്ന മാക്സിമം ഫ്രിക്ഷൻ്റെ പേരെന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് കേട്ടോ. ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ ബോഡി വെൻ ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ടു സ്ലൈഡ് ഓവർ ദ അനദർ സർഫസ്. തുടങ്ങുമ്പോഴാണ്, ആ തുടക്കത്തിൽ അനുഭവപ്പെടുന്ന മാക്സിമം ഫ്രിക്ഷൻ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a number of coplanar forces acting on a particle are in equilibrium, then the algebraic sum of their moment about any point is equal to the moment of their resultant force about the same point. നമുക്ക് ആ ഒരു ഡെഫിനിഷൻ അതുപോലെ തന്നേക്കാണ് അല്ലേ? ഇത് ഏത് ലോ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? കോപ്ലേനാർ, നമ്പർ ഓഫ് കോപ്ലേനാർ ഫോഴ്സസ്. ഒരു നമ്പർ ഓഫ് കോപ്ലേനാർ ഫോഴ്സസ് ഉണ്ട്. കോപ്ലേനാർ ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോപ്ലേനാർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ലൈൻ ഓഫ് പ്രൊജക്ഷൻ, ആ ഒരു പ്ലെയിനിൻ്റെ ഒരേ പ്ലെയിനിലാണ് നമ്മുടെ പ്രൊജക്ഷൻ ലൈൻസ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോപ്ലേനാർ ഫോഴ്സസ് എന്ന് പറയുന്നത്. എല്ലാ ഫോഴ്സസും ആക്ട് ചെയ്യുന്നത് ഒരേ പ്ലെയിനിൽ തന്നെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോപ്ലേനാർ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇനി അതെല്ലാം ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയും. അപ്പം ഒരു നമ്പർ ഓഫ് കോപ്ലേനാർ ഫോഴ്സസ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് കോപ്ലേനാർ ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ അതിൻ്റെ മൊമെൻറ്റ്, ഏതെങ്കിലും ഒരു പോയിന്റിന് എബൌട്ട് ആയിട്ടുള്ള അതിൻ്റെ മൊമെൻറ്റുകളുടെ സം എന്ന് പറയുന്നത് അതേ പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന എന്താണ് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മൊമെൻറ്റിന് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു നമ്പർ ഓഫ് കോപ്ലേനാർ ഫോഴ്സസ് ഉണ്ട്, അതൊരു പാർട്ടിക്കിളിലേക്ക് ആക്ട് ചെയ്യണം, അത് ഇക്വിലിബ്രിയത്തിലുമാണ് എങ്കിൽ ആ മൊമെൻറ്റുകളുടെ എല്ലാം കൂടി ഓൾജിബ്രിക് സം, ആ പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന മൊമെൻറ്റുകളുടെ എല്ലാം കൂടി ഓൾജിബ്രിക് സം എന്ന് പറയുന്നത് അതേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മൊമെൻറ്റിന് ഈക്വൽ ആണ് എന്ന് പറയുന്ന ലോ ഏതാണ്? വാരഗ്നൻസ് തിയറമാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ പ്രധാനപ്പെട്ടൊരു തിയറമാണ് ഏതെന്ന് പറയുന്നത്? ലാമീസ് തിയറം. ലാമീസ് തിയറത്തിനകത്ത് ഉള്ള കണ്ടീഷൻ ഏതൊക്കെയാണ്? ലാമീസ് തിയറത്തിൽ ഇവിടെ കോപ്ലേനാർ ഫോഴ്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോപ്ലേനാർ ഫോഴ്സസ് ആണ് ഇക്വിലിബ്രിയത്തിലുമാണ്. പക്ഷെ ലാമീസ് തിയറം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ്? കോപ്ലേനാറും ആയിരിക്കണം
കൺകറൻറ്റും ആയിരിക്കണം, ഇക്വിലിബ്രിയത്തിലും ആയിരിക്കണം. അതാണ് നമ്മുടെ ലാമീസ് തിയറത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. കോപ്ലാനാർ 3 ഫോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ 3 ഫോഴ്സും എന്തായിരിക്കണം, 3 ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരേ പ്ലെയിനിലായിരിക്കണം. 3 ഫോഴ്സസും ഒരേ പോയിന്റിലായിരിക്കണം മീറ്റ് ചെയ്യുന്നത്. അതിനെയാണ് കൺകറന്റ് ഫോഴ്സസ്. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരേ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് എങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ലാമീസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. കോപ്ലാനാർ ആയിരിക്കണം, കൺകറന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണം, ഇക്വിലിബ്രിയത്തിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാമീസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ലാമീസ് തിയറം എന്ന് പറയുന്നത്? ഈച്ച് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ 2 ഫോഴ്സസ് ആയിരിക്കും. ഓരോ ഫോഴ്സ് എന്ന് പറയുന്നതും അതിൻ്റെ ഓപ്പോസിറ്റിൽ വരുന്ന 2 ഫോഴ്സുകളുടെ ഇടയ്ക്കുള്ള ആംഗിളിന്റെ സൈനിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ലാമീസ് തിയറം പറയുന്നത്. അതായത് നമ്മൾ 3 ഫോഴ്സ് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ എന്താണ് എ ബി സി എന്ന് എടുക്കുകയാണ്. എ ബി അതുപോലെ സി. ഇതിൻ്റെ 3ന്റെ ഇടയ്ക്ക് ആംഗിൾസ് ഉണ്ട് അല്ലേ, ആൽഫ ബീറ്റ അതുപോലെ ഗാമ. ഇങ്ങനെ 3 ആംഗിൾസ് എടുക്കുകയാണെങ്കിൽ എന്താണ് നോക്കാം, എ എന്ന് പറയുന്ന ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന 2 ഫോഴ്സുകളുടെ ഇടയ്ക്കുള്ള ആംഗിളിന്റെ സൈന്, അതായത് സൈൻ ഓഫ് ആൽഫ, എ ബൈ സൈൻ ഓഫ് ആൽഫ എന്ന് പറയുന്നത്. ഇനി ബി എടുക്കുകയാണെങ്കിൽ ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിള്, എയുടെയും സിയുടെ ഇടയ്ക്കുള്ള ആംഗിളിന്റെ സൈന്, അതായത് ബി ബൈ സൈൻ ബീറ്റ ബൈ ഈക്വൽ ടു സി ബൈ സൈൻ ഓഫ് എന്തായിരിക്കും, ബീറ്റ, ഗാമയാണേ. സി ബൈ സൈൻ ഗാമ. ഓക്കെ, സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ഏതാണ്, 2 ഫോഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്, ഗാമയാണ്. അപ്പോൾ എ ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ സൈൻ ഗാമ. ഇതാണ് ലാമീസ് തിയറം പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാണ്, വാരഗ്നൻസ് തിയറമാണ്. ഈ 2 തിയറും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റിസൾട്ടന്റ് ഓഫ് 2 ഫോഴ്സസ് എഫ് ആൻഡ് 2F വിച്ച് ആർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി എപ്പാർട്ട് ഇസ്. ഒരു പ്രോബ്ലം ആണ്. 2 ഫോഴ്സസ് തന്നിട്ടുണ്ട്. എഫ് 2F എന്ന് പറയുന്ന 2 ഫോഴ്സസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 60 ഡിഗ്രി ആണ് എങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഒരുപാട് പ്രാവശ്യം പല രീതിയിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. ആർ എന്ന് പറയുന്നത് എന്താണ്, √(p² + q² + 2pq cos θ. ഇതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എന്താണ്, എഫും 2F എന്ന് പറയുന്ന 2 ഫോഴ്സസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. എഫും ഉണ്ട് അതുപോലെ തന്നെ 2F. അതിനിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 60 ഡിഗ്രി ആണ്. അപ്പം പി എന്ന് പറയുന്നത് എഫും Q2Fഉം തന്നിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ടന്റ് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാമല്ലോ. ഇക്വേഷൻ എന്താണ്, R = √(p² + q² + 2pq cos θ എന്നാണ്. അപ്പോൾ വാല്യൂസ് ഇട്ട് കൊടുക്കാം. പി എന്താണ്, പിക്ക് നമ്മൾ എഫ് ആണ് തന്നിരിക്കുന്നത് അല്ലേ, എഫും 2Fഉം ആണ്. അപ്പം f² പ്ലസ് എന്താണ്, ക്യൂവിന് പകരം 2F ആണ് തന്നിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ വേണം നമ്മൾ സ്ക്വയർ ചെയ്യാനായിട്ട്, 2F², അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. പ്ലസ് എന്താണ്, 2 × F × 2F × cos θ. 2F × cos θ എന്ന് പറയുന്നത് എത്രയാണ്, cos 60 ഡിഗ്രി ആണ് അല്ലേ. ഇതെല്ലാം റൂട്ടിൽ വരുന്ന കാര്യങ്ങളാണേ. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. √(f² + f² + 4f² + 2 × 2 4f² ആയി അല്ലേ. അവിടെ ഒരു, അതായത് ഈ 2 × 2 4 f × f ആയപ്പോഴത്തേക്കും f², 4f² × cos 60 എന്ന് പറയുന്നത് എത്രയാണ്, 1/2 ആണ്. 1/2 ആണ്. ഈ എഫിനെ നമുക്ക് ഇനി കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലോ. എഫിനെ പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും, എഫിനെ അല്ല f² പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് എന്ന് കിട്ടും. ഇനി റൂട്ടിനകത്ത് എന്തൊക്കെയാണുള്ളത്, ഇവിടെ ഒരു 1 ഉണ്ട്. 1 + 4 പ്ലസ് ഈ ഒരു 4ഉം 2ഉം കൂടെ ക്യാൻസൽ ആയപ്പോഴത്തേക്കും 2 ആയി അല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 4 + 2 6 + 1 എന്ന് പറയുന്നത് 7 ആയിരിക്കും. f × √7 എന്നായിരിക്കും. നമുക്ക് ഓപ്ഷൻസിൽ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. പി എന്നാണ് തന്നിരിക്കുന്നത്. √7 × p ആണ് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും,
എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ മെയിനായിട്ട് ഓർത്ത് വയ്ക്കുക. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √(p² + q² + 2pq cos θ ആണ്. പിന്നെ cos 30 cos 60 അങ്ങനെയുള്ള വാല്യൂസ് ഓർത്ത് വയ്ക്കുക. കാരണം അതറിഞ്ഞെങ്കിലേ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. Last question, from what distance from the base along the vertical axis is the center of gravity of a right circular solid cone? നമ്മളോട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു റൈറ്റ് സർക്കുലർ സോളിഡ് കോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. സോളിഡ് കോണും ഉണ്ട്, ഹോളോ കോണും ഉണ്ട്. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്റ് സർക്കുലർ സോളിഡ് കോൺ ആണ്. ഒരു സോളിഡ് കോണിൻ്റെ എന്താണ് ബേസിൽ നിന്നും അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസിലേക്കുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു സർക്കുലർ സോളിഡ് കോൺ ആകുമ്പോഴത്തേക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h/4 ആണ്. ഇനി ഒരു ഹോളോ കോൺ ആയിരുന്നു ചോദിച്ചെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? h/3 ആണ്. ഇവിടെ സോളിഡ് കോൺ ആയതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? h/4 ആണ്. ഹോളോ കോൺ ആണെങ്കിൽ ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? h/3 ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ഹാപ്പി ഓണം.